ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് വന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇന്നല്ല 2 ദിവസമായിട്ട് നല്ല. അമ്മയ്ക്ക് വെള്ളം വേണോ? ഇപ്പൊ തരാം. ഇപ്പൊ വരാൻ പറ. പിന്നെ ഇന്ന് വെളുപ്പിന് നല്ല ചെറുതായിട്ടൊരു മഴ പൊടിഞ്ഞായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം മഴയും മഞ്ഞും ആ ഒരു സൂപ്പർ ക്ലൈമറ്റാണ്. അങ്ങനെ അപ്പം പോയി പള്ളിയിൽ പോയി വന്നു. പിന്നെന്താ, ഞാൻ അവർക്ക് വേഗം കഴിക്കാൻ വേണ്ടി പഴം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യിൽ ക്യാമറയും മഴക്കുണ്ടെന്ന് തോന്നുന്നു. ക്യാമറനെ ചെറുതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെ ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. ഇനി പള്ളിയിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് കുളിച്ച് റെഡി ആയിട്ടൊക്കെയാണ് പോണത്. അപ്പം അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനത്തെ ഒരു ഹറിബറി പരിപാടികളല്ലേ. ഫുഡ് കഴിക്കുക, കളിക്കുക, പോവാ. എന്തിടാ എന്ത് പറ്റിയേ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ് കേട്ടോ. അപ്പൊ പഴം മുട്ടയും കൂടെ അമ്മയ്ക്ക് പഴം പുഴുങ്ങിയതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് പഴം മുട്ടയും പുഴുങ്ങാൻ വെക്കണം. അപ്പൊ കുക്കറിൽ ഞാനിങ്ങനെയാണ് പഴം പുഴുങ്ങാൻ വെക്കുക കേട്ടോ. കുക്കറിൽ ഒരു ചെറിയ പാത്രം കമത്തി വയ്ക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം. എന്നിട്ട് കോഴിമുട്ട വയ്ക്കും, പഴം വയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ പുഴുങ്ങാൻ വെക്കാറ്. ഒരു വിസിൽ കളഞ്ഞാൽ മതി, പെട്ടെന്ന് വെന്തോളും. പഴം അങ്ങനെ ഉടഞ്ഞൊന്നും പോവില്ല. കോഴിമുട്ട നക്കലാന്നുള്ളൊരു വെള്ളം ആ ഒരു കണക്കിലാണ് ഒഴിക്കണേ. നല്ല തണുപ്പായതുകൊണ്ടേ അമ്മയ്ക്കൊന്നും എനിക്കാൻ ഒട്ടും ഇഷ്ടമില്ല, കാരണം പുറത്ത് നല്ല തണുപ്പല്ലേ. പക്ഷെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോ തണുപ്പ തന്നെയാ പോണേ. അത് ശീലായി. ഇവിടെ വരുമ്പോഴേക്കും അവർക്ക് കുറെ നേരമായ പോലെയാ. എന്നിട്ട് അമ്മാമ്മനെ എണീപ്പിക്കും. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് അമ്മേനെ ഡിസ്റ്റർബ് ചെയ്ത് അമ്മ ഇപ്പൊ എണീച്ചിരിക്കാം. അങ്ങനെ പിന്നെ ഈ അമ്മയ്ക്ക് ബ്രഷ് എന്ന് വെള്ളമൊക്കെ കൊടുത്ത് ശരി ഒന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പൂച്ചയാണോ? ഗ്രേസ് പൂച്ചയും സ്റ്റീൽ പൂച്ചയും. പഴം കഴിക്കുന്നത് എവിടെ എടുത്ത് വെച്ചാണ് പഴം കഴിച്ച്. അപ്പൊ ഞാനേ പനീറിൽ കുറച്ച് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് ലഞ്ച് ബോക്സിലേക്ക് വേഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണേ. പിന്നെ ചോറിൽ ഞാൻ ക്യാരറ്റും കോഴിമുട്ടയും ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു റൈസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പൊ അതിനുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കാണ്. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അല്ലെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ അവർക്കുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് പള്ളിയിൽ പോകാറുള്ളത്. ചില ദിവസങ്ങളിൽ ഒരു ടൈം ഉറക്കത്തിൻ്റെയും അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ കുക്ക് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് കോഴിമുട്ട വെച്ചിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ സാധാ ചോറ് ഇട്ടു ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊടുക്കണേ. അപ്പം അങ്ങനെ പനീർ പാത്രത്തിലും പിന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊഴുങ്ങിയായിരുന്നു. താറാമുട്ടയാണേ, കോഴിമുട്ടയല്ല. അപ്പം അങ്ങനെ അവരുടെ ലഞ്ച് ബോക്സ് അങ്ങനെ ഫില്ല് ചെയ്തു. പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇനി സ്നാക്സ് ബോക്സും കൂടി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഗ്രേസിനെ പറഞ്ഞയച്ചിട്ടാണ് സ്റ്റീവനെ പറഞ്ഞയക്കണേ. എന്നാലും ലഞ്ച് ബോക്സ് ഞാൻ ഒരുമിച്ച് രണ്ടുപേരുടെയും ഫില്ല് ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി ഗ്രേസിനെ അങ്ങനെ പറഞ്ഞയച്ച് സ്റ്റീവനൊക്കെ കൊണ്ടാക്കി അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് മമ്മി 2 ദിവസം മുമ്പ് തന്ന ചക്കയാണ്. അപ്പോൾ ചക്ക തന്നിട്ട് എനിക്ക് അപ്പം തന്നെ അതൊന്നും മുറിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒട്ടുപ്ലാവിൻ്റെ ചക്കയാണ് കേട്ടോ. അപ്പം ഞാനത് മുറിക്കാത്തതുകൊണ്ട് തന്നെ ഞാനത് ഒരു ചെറിയ പീസായിരുന്നു. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് നേരെ എടുത്തു വെച്ചു. ടൈം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിൻ്റെ ചക്ക ഒന്ന് ചക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. ഇപ്പം ചക്കയുടെ ടൈമല്ല, പക്ഷെ നമുക്ക് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സംഭവം കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ ഈ ചക്ക നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുരും ഇതും ചുളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണ്, നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. ഇപ്പം അങ്ങനെ ചക്കയില്ലാത്ത സമയമാണെന്നറിയാം. എന്നാലും ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അല്ലാണ്ടും ചക്ക ഇപ്രാവശ്യം ഈ ടൈമിൽ കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ ഞാൻ കുരു സെപ്പറേറ്റ് ചെയ്തപ്പോൾ കുരു ഞാൻ കറിയിൽ എന്തെങ്കിലും കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് കഴുകി ഒന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇപ്പം എന്തായാലും വെക്കണില്ല. അപ്പം ചക്ക പൊളിച്ച ആ ഒരു ഏരിയനെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ.
all things at once without thinking twice. And I knew it would catch up and that we would be the ones left behind. Stories that... What is this? Hey! I get the candy! What is this? C. G. What is this? ജിയ ഓ വരയ്ക്കും. What is this? അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് സ്റ്റീവൊക്കെ എത്തി, സ്റ്റീവും ഗ്രേസ് എത്തി. ഞാനിത് ജിമ്മിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒരു കൊച്ചു ദിവസത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തായിരുന്നു. എല്ലാം വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോസ് ആണെങ്കിലും കുറേ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. പയ്യെ പയ്യെ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ പോലെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിഷയങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.